ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ 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 വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. നിങ്ങള് കളി കണ്ടോ? കളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു വികാരം എന്താണ്? കളി കണ്ടപ്പോ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ പറയൂ. ഇവിടെ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്ക് വെറുതെ സംസാരിക്കാം. കിടക്കട്ടെ. അതായത് സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളത്തിൽ ഇറങ്ങി. ഒരു ഇറക്കം 187 റൺസ് അടിച്ചു, 7 വിക്കറ്റും പോയി. അതിനുശേഷം നമ്മുടെ ഇന്ത്യ ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി 111 റൺസിൽ ഓൾ ഔട്ട്. കളി പൊട്ടി, കഥം കുതം. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ അല്ല, ഇതൊരു കളിയാക്കലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്റർനാഷണൽ പ്ലെയർ ഒന്നുമല്ല, സാധാരണ കണ്ടത്തിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് വളർന്ന ഒരു സാധാ ചെറുപ്പക്കാരൻ. ഇവിടെ നമ്മൾ തൂക്കി അടി മാത്രമല്ലേ ഉള്ളൂ, അടിയോട് അടി. അപ്പോ നമ്മള് ഇവിടെ ജഡ്ജ് ചെയ്യാനോ കളിയാക്കാനോ ഒന്നും ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാലും ഒരു വിഷമം, ഒരു ചെറിയ വല്ലാത്തൊരു വിങ്ങൻ, ദയനീയ പരാജയമായിരുന്നു. ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയ അമ്പൻ പരാജയം അല്ലാന്ന് പറയാൻ പറ്റൂ. 76 റൺസിനെ പൊട്ടിയത്. എവളോ 76 റൺസിന്? ഒരു കണക്കിന് നോക്കിയാല് ഓക്കെ, കളിയല്ലേ, ജയവും പരാജയമൊക്കെ ഉണ്ടാവും. ഈ ഒരു പരാജയത്തെ വേണമെങ്കിൽ ഒന്ന് ഇവർക്ക് ഉപയോഗിക്കാം. ഏത് രീതിയിൽ ഇവർ ചിന്തിക്കണം? സി, കോൺഫിഡൻസ് നല്ലതാണ്, ഓവർ കോൺഫിഡൻസും ആയിക്കോട്ടെ, നല്ലതാ, അഹങ്കാരം നല്ലതാണ്. പക്ഷെ ഈ ഓവർ കോൺഫിഡൻസിന്റെ മുകളിലേക്ക് പോയിട്ട് ഒരു എക്സ്ട്രീം കോൺഫിഡൻസ് അല്ലെങ്കിൽ അഹങ്കാരം ഓൾറെഡി ഉള്ളതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോവാന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് പാടില്ല, അത് വേണ്ട. നമുക്ക് ആപത്താണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് ഇതിനെ ഇവര് കൂട്ടിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നു. എന്നിട്ട് കാര്യമായിട്ടൊന്ന് അടങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത്. ഇപ്പൊ സൗത്ത് ആഫ്രിക്ക കളിച്ച കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയാണെങ്കിലും നമ്മൾ അത് എടുത്ത് പറയണം. എന്ത് കളിയാ! ഐ റിയലി എൻജോയ്ഡ് ദ മാച്ച്. നമ്മുടെ ടീം ഇന്ത്യയാണ്, ഇന്ത്യ ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് നമുക്ക് ആക്ച്വലി ഉണ്ട്. നമ്മൾ തോൽവി അംഗീകരിക്കണം, ജയിച്ച ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ആ ലെവലിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്ത് കളി അവര് കളിച്ച്! എടോ, അവര് ഭയങ്കരം. ഇപ്പൊ ബാറ്റിങ്ങിലാണെങ്കിലും ആദ്യം ഒന്ന് ഇങ്ങനെ ഒരു തുടക്കമൊക്കെ ആണെങ്കിലും പിന്നെ മില്ലർ വന്നിട്ട് പടച്ചു, ബ്രവിസ് ഒക്കെ വന്നിട്ട് പടച്ചു. അവര് 187 വരെ അവര് കൊണ്ടുവന്ന് എത്തിച്ചു. അതിനുശേഷം അവര് ബൗളിങ്ങിന് ഇറങ്ങി, അവര് പിടിച്ചു കെട്ടി വിറപ്പിച്ചു. സത്യത്തില് അനക്കാൻ വിട്ടില്ലല്ലോ. ഇവിടെ 111 ഓൾ ഔട്ട്. കിടിലം ബൗളിംഗ് ആയിരുന്നു, കിടിലം ഫീൽഡിങ്. എല്ലാ രീതിയിലും അവര് പ്ലാൻഡ് ആയിരുന്നു, അവര് പ്രിപ്പയർഡ് ആയിരുന്നു. They did it. കളി കണ്ട ആൾക്കാർക്ക് അറിയാം. സി, സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ചിട്ട് ഞാൻ സംസാരിക്കണം കേട്ടോ. അപ്പൊ ഇത് അതല്ലാത്ത ആൾക്കാർ, ഇപ്പൊ ഞാൻ പറയുന്നത് സൗത്ത് ആഫ്രിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർ തെറി വിളിക്കാൻ വേണ്ടി വരണ്ട. നമ്മൾ കളീനെയാണ് അനലൈസ് ചെയ്തിട്ട് പറയുന്നത്. അത് നമ്മളിവിടെ പറയേണ്ടത് പറയുക തന്നെ വേണം ആക്ച്വലി. പിന്നെ എന്ത് ലെവലുള്ള ഫീൽഡ് കാണാം. മറ്റേ ക്യാച്ച്, ബൗളിങ്ങിലാണെങ്കിൽ സ്ലോട്ട് കൊടുക്കുക, ബാറ്റ് ചെയ്യണവൻ നിന്ന് തുഴയേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിന്ന് മുക്കേണ്ട ഒരു അവസ്ഥ. ആ വാക്ക ഉപയോഗിക്കേണ്ടത് മുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവര് എത്തിച്ചു എന്നുള്ളതാ. സീരിയസ്ലി, അഭിഷേക് ശർമ്മയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, സി, നമുക്ക് ഇവരോടൊന്നും ഇഷ്ടക്കുറവോ പരിപാടികളോ ഒന്നുമില്ല, ഇഷ്ടമാണ്. പക്ഷെ വട്ടം 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 15 തിലക് വർമ്മ. വിഷമോട് പറയുന്നത്
സൂര്യകുമാർ യാദവ് മുത്തേ, വി വാണ്ട് യു ടു എന്താ പറയാ വിൻ ദ ഗെയിം. വി വാണ്ട് യു ടു എന്താ പറയാ നല്ല രീതിയിൽ നയിക്കണം ടീമിനെ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണ് സൂര്യ കുമാർ യാദവ്. ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ്, മറ്റേ ഡയലോഗ് അടിയൊക്കെ ഉണ്ടായിരുന്നു. സൂര്യകുമാർ ഒന്നും ഇവിടെ ഇത് ഞാൻ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി പോകണില്ല, എന്നാൽ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറയണതാണ്. എന്താ മറ്റേ ഇവര് എന്താണ് സഞ്ജുവിന്റെ ടീമിന്റെ കാര്യമൊക്കെ പറയണ സമയത്ത് മൂപ്പര് തിരിച്ച് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സാധനം. ഇതെന്താ അഭിഷേക് ശർമ്മേനെ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്നതാണോ? അങ്ങനെയുള്ള ഫോം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? തിലക് വർമ്മ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സഞ്ജു ഭയങ്കര കളി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മല മറയ്ക്കും, അല്ലെങ്കിൽ അങ്ങേര് വന്നാൽ ടീം ജയിച്ചു, അല്ലെങ്കിൽ അങ്ങേര് വന്ന് 100 അടിക്കും 50 അടിക്കും എന്നൊന്നും പറയുന്നില്ല. ആ അഭിപ്രായം ഇവിടെ ആർക്കും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഒരു തരത്തിലും ഒരു പ്രിവിലേജ് ആക്ച്വലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ആക്ച്വലി കിട്ടുന്നില്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ അഭിഷേക് ശർമ്മ എന്താ വല്ല ഫോമിലായിരിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് ചാൻസ് കിട്ടുന്നു. തിലക് വർമ്മ സെയിം. അക്സർ പട്ടേൽ വാട്ട് മാൻ, അയാളെ ടീമിലേക്ക് എന്താ പറയാ വരാൻ പറ്റാത്ത അവസ്ഥ. വായ് മാൻ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഞാൻ തല തുറന്നിട്ടിരിക്കുന്നു ഇവിടെ. വാട്ട്സ് ഹാപ്പനിങ്, വാട്ട്സ് ഗോയിങ് വിത്ത് ദ ടീം മാൻ? എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ദിസ് മാൻ? ഇപ്പൊ കഴിഞ്ഞ കളികൾ ഇപ്പൊ ഇതുവരെ ഇന്ത്യ എത്തി നിൽക്കുന്നു, വെരി ഗുഡ്. ജയിച്ച് എത്തി നിൽക്കുന്നു, വെരി നൈസ്, വെരി ഗുഡ്, വെരി നൈസ്, വെരി വെരി ഗുഡ്, അപ്രീഷിയേറ്റ് ദ ഫാക്ട്. പക്ഷേ ആർ യു ഗൈസ്, ക്രിക്കറ്റ് ആരാധകരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആർ യു ഗൈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ടീം? അല്ലെങ്കിൽ ലൈക്ക് നല്ല രീതിയിൽ പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? അതായത് ഒരു ടീം എന്നുള്ള രീതിയിലേക്ക് 1-2 പേര് അല്ലെങ്കിൽ 3-4 പേര് ഗെയിം കളിക്കുന്നു, സംടൈംസ് ഒരു ഇതിലേക്ക് വരുന്നു. അതല്ലാതെ ഓവറോൾ ഒരു ടീം അല്ലെങ്കിൽ ടീമിന്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവരുടെ ഒരു പോക്ക് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇനി ഇവര് എന്താ പറയാ ഇതേ രീതിയിലാണ് ഇനി പ്ലാനിങ്ങും എക്സിക്യൂഷനും ടീമിന്റെ ഒരു ചിന്തയും പ്രവർത്തനവും ഇങ്ങനെ തന്നെയാണ് ഇനി മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും. നിങ്ങൾക്ക് എന്താ തോന്നണേ? ബ്ലെയിം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞല്ലോ, ബ്ലെയിം ചെയ്യാൻ ഞാൻ ആരുമല്ല. പക്ഷെ നിങ്ങൾക്ക് സീരിയസ്ലി തോന്നുന്നുണ്ടോ ഇതേ രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ കയറി ഒരു കൊളുത്തിയിട്ടൊരു ലെവലിലേക്ക് എത്താൻ പറ്റുന്ന? വരട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്. ഞാനിവിടെ സഞ്ജു സാംസന്റെ കടുത്ത ആരാധകനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല. ഇഷ്ടമാണ് സഞ്ജു, നമ്മുടെ നമ്മുടെ പയ്യനാണ്, അതൊരു സ്നേഹമുണ്ട്. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് ഫോം ഔട്ടായി കളിക്കാത്ത ഒരാളെ എടുക്കണം പിടിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാനിത് പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ സൂര്യകുമാർ യാദവിന്റെ എന്താണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ വിഷയം വരുന്നത്. വലിയ കാര്യമായിട്ട് ഇരുന്നിട്ട് ഈ അഭിഷേക് ശർമ്മയുടെ കാര്യം, തിലക് വർമ്മയുടെ കാര്യമൊക്കെ ഇരുന്ന് പറയുമ്പോ വൈ നോട്ട് സഞ്ജു സാംസൺ then? He only played one game, only got one chance and 8 ബോളില് 22 റൺസ് ആണ് ആക്ച്വലി സഞ്ജു എടുത്തത്. ഐ തിങ്ക് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു കറന്റ് സ്ഥിതി വെച്ചിട്ട് ഈ മേപ്പട്ട് നോക്കിയിട്ട് മൂഞ്ചി തെറ്റിട്ട് ഇരിക്കുന്ന ഈ ചില കളിക്കാരെക്കാട്ടിലും വലിയ ബെറ്റർ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കുറച്ച് കൺസിഡറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്ലെയർ ആണ് സഞ്ജു സാംസൺ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ് എന്താ പറയാ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ടാകുകയായിരിക്കാം, പക്ഷെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു 3-4 സിക്സ് അടിച്ച്
റൺ എടുക്കുക എന്ന് പറയുന്ന പരിപാടി ഇയാളെ കൊണ്ട് അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ചാൻസ് കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു സഞ്ജുവിന്. ഇത്രയും പറയുള്ളൂ, കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത കളി വിത്ത് സിംബാബ്വേ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാണാം കളി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കളി കാണുമ്പോ ഇന്ത്യ ഓരോ കളി ജയിക്കുന്നുണ്ടോ, ജയിച്ചാൽ അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ജയിച്ചാലും തോറ്റാലും എവളോ ലെവലിൽ കളിച്ചു എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ കളി കാണാറില്ല. അത് അന്നും അതെ, കണ്ട് തുടങ്ങിയ കാലം തൊട്ട് അതെ, ഇപ്പോഴും അതെ, ഞാൻ അങ്ങനെയാണ് കാണാറുള്ളത്. വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നല്ല, എങ്ങനെ വിജയിച്ചു എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ നോക്കിക്കാണുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇവിടെ ജയിച്ചു വന്നതിൽ സന്തോഷമുണ്ട്, ഇതുവരെ എത്തിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ കുറെ കാര്യങ്ങളില് കുറച്ച് മാറ്റങ്ങൾ വരാൻ ആക്ച്വലി ഉണ്ട്. എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. അതായത് സർവൈവലിനെ ബാധിക്കുന്ന പോലെ ഇനിയുള്ള മാച്ചസും ഇതുപോലെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സർവൈവലിന് ബാധിക്കുന്ന പോലെ ഒരു സംഗതി തോന്നുന്നു. ഇത്ര പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ.